ഹലോ നമസ്കാരം വ്യൂവേഴ്സ്, നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ വ്ലോഗിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബറായ ഷംനയുടെ ഒപ്പമാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഹായ് പറഞ്ഞു വ്യൂവേഴ്സിന്. അപ്പോൾ ഷംന ഒരു ഹോം മേക്കറാണ്. ഷംന മെയിനായിട്ട് വീട്ടിൽ നിന്ന് നമ്മുടെ കേക്കുകൾ, പല ടൈപ്പുള്ള കേക്കുകൾ ഉണ്ടാക്കി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യാനുസരണം നമ്മൾ വീടുകളിൽ ഡെലിവറി ചെയ്യുന്നതാണ്, ആവശ്യാനുസരണം വീടുകളിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷംന എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഏത് ക്വാണ്ടിറ്റിയിലുള്ളതാണ്, ഏത് ക്വാളിറ്റിയുള്ള കേക്കുകളാണ്, ഏത് വെറൈറ്റി കേക്കുകളാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഷംനനെ ഒന്ന് പരിചയപ്പെടാം. ഷംന സാബിത്ത് അല്ലേ? ഷംന സാബിത്ത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 week 2 week ആവുന്നത്. അതുവരെ നമ്മുടെ സബ്സ്ക്രൈബറാണ്, കൂടാതെ എൻ്റെ ഒരു സിസ്റ്ററും കൂടിയാണ്. അപ്പോൾ ഷംനയുടെ ഒപ്പമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷംന സാധാരണ ഏതൊക്കെ ടൈപ്പ് കേക്കുകളാണ് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ വെറൈറ്റിയാണ്? പിന്നെ കസ്റ്റമേഴ്സിന്റെ ഇതനുസരിച്ചിട്ട് അവർ പറയുന്ന കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ആവശ്യാനുസരണം ഏതെങ്കിലും ഫ്ലേവേഴ്സോ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പിന്നെ കൂടാതെ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പിലുള്ള കേക്കും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ചോക്ലേറ്റ് 1/2 kg കേക്കാണ്. ഒരു സാമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് സാബിത്ത് എന്നാണ് ഹസ്ബൻഡ് പേര്. ഹസ്ബൻഡ് ദുബായിലാണ്, അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടിയുണ്ട് അല്ലേ, കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, പക്ഷെ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. ഓക്കെ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ വരുന്നത് മൈദ 125 ഗ്രാമാണ്. ഓക്കെ, അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ വരുന്നത് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ വരുന്നു. അത് 1/2 ടീസ്പൂണും 1 ടീസ്പൂണും. ഓക്കെ, അപ്പോൾ അരിച്ചെടുക്കും. ഓക്കെ, പിന്നെ ഒന്നും നോക്കണ്ട, റെഡി ചെയ്തു. മ്യൂസിക്കിൽ പോകാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുവാണ്. അത് ഏകദേശം 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം, കുറഞ്ഞത് 3 പ്രാവശ്യങ്ങളിൽ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. 3 ടൈംസ് അരിക്കുന്നത് എന്തുകൊണ്ടാണ്? സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ, നമ്മൾ കേക്ക് വളരെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 3 ടൈംസ് അത് അരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ പൗഡേഴ്സ് നമ്മൾ 3 തവണ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ചെയ്യാൻ പോകുന്നത് എഗ്ഗ് ബീറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വാനില എസൻസ് അല്ലേ, വാനില എസൻസ് എഗ്ഗിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഷംനയുടെ കേക്ക് ഉണ്ടാക്കാനുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. എഗ്ഗും വാനില എസൻസും കൂടി 2 എഗ്ഗാണ് എടുത്തേക്കുന്നത്. 2 എഗ്ഗും വാനില എസൻസും കൂടി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ബീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഞാൻ വരുന്നത് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ഷെയ്ക്ക് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താ നമുക്ക് ആ ഷെയ്ക്കിൻ്റെ ടേസ്റ്റ് എനിക്കിവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷെയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ക്ക് എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അന്ന് എന്തായാലും ആ എഗ്ഗിട്ട് ബീറ്റ് ചെയ്യുന്ന ടൈമാകുമ്പോൾ നമുക്ക് ഷെയ്ക്ക് കുടിച്ച് തരുമോ? ഓക്കെ, ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിലേക്ക് 2 ടേബിൾ
ടീസ്പൂണ് ഓയിൽ, ഓക്കെ, സൺഫ്ലവർ ഓയിൽ അല്ലേ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ബീറ്റ് ചെയ്ത് എഗ്ഗിലേക്ക് ഒഴിക്കണം. ചെറുതായിട്ട് ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് പഞ്ചസാര സംസാരിച്ചോടാ. പഞ്ചസാര പൊടിച്ചത് ഓക്കെ, കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് കുറേശ്ശായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്ത ആ മിക്സ് നമ്മൾ കുറേശ്ശെ പഞ്ചസാര മിക്സിലിട്ട് ഓൾറെഡി പൊടിച്ച സാധനം കുറേശ്ശെ പൗഡർ ഇട്ടിട്ട് ഇളകി കൊടുക്കണം. ഒരുമിച്ചിട്ട് ഇളക്കരുതല്ലേ, ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സ്പോഞ്ചിനെസ് ഉണ്ടാവില്ല, താന്ന് പോകുന്ന പറഞ്ഞത്. അപ്പോൾ കുറേശ്ശിട്ട് ബീറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ ഷെഫ് പറയണത്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് കേക്ക് ഉണ്ടാക്കിയാൽ നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, നേരത്തെ അരിച്ച ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിപ്പോ എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഒരു 3 months ഒക്കെ ആയിട്ടുള്ളൂ. 3 months ആയി. ഓക്കെ, 3 months ആയിട്ട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? 3 മാസമായിട്ട് പുള്ളിക്കാരത്ത് ഇത് വീട്ടിൽ വെച്ച് കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേസ് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഓക്കെ, ബർത്ത്ഡേ കേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഓർഡേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കാണുന്ന ആൾക്കാർ എന്തെങ്കിലും ഓർഡേഴ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഷംനയെ വിളിച്ചറിയിക്കണം. ഷംനയുടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ടാപ്പ് ചെയ്ത് കൊടുക്കണം. മിക്സ് ഒന്ന് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മിക്സിങ്ങും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത പരിപാടി ഓവനിലേക്ക് വെക്കാൻ പോകണം. അടുത്ത് എന്തായാലും ഇതെടുത്ത് ഓവനിലേക്ക് വെക്കാൻ പോകണം. ഇത് കുറച്ച് ടൈമും കൂടി കഴിഞ്ഞാൽ എന്നുള്ള രുചികരമായ കേക്ക് റെഡി ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് നോക്കാം. നമ്മൾ ക്രീം വിപ്പ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ എന്നാലും അടുത്ത പ്രൊസീജിയർ ക്രീം വിപ്പ് ചെയ്യാൻ പോകുന്നത്. എന്താണ്, ഫ്രഷ് ക്രീമാണോ? അല്ല, വിപ്പിംഗ് ക്രീം ആണോ? ഓക്കെ, വിപ്പിംഗ് ക്രീം. ഓക്കെ, പിന്നെ ഇത് സ്വീറ്റ് അല്ല, നമ്മൾ അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. ഓക്കെ, പിന്നെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിൽ ഒരു 2 ടീസ്പൂൺ ക്രീം ചേർത്തത്. അത് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എന്തുകൊണ്ടും ചേർത്ത്. ഇതൊന്നും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, കേക്ക് ഡിമോൾഡ് ചെയ്യാൻ പോകണം. ആദ്യം ഡിമോൾഡ് ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യും. ഓക്കെ, ശരി, നോക്കാം. ഇപ്പം തന്നെ നല്ല ഒരു ഇതിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെ നല്ല ബേക്ക് ചെയ്ത സ്മെല്ല് വരുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് കൂടെ നമുക്ക് ഷംന ശരിയാക്കി തന്നിട്ടുണ്ട്, കാണാം. ഇപ്പം ഏകദേശം ഒരു 2 hours അല്ലേ, 2 hours മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ട്. പിന്നെ ഫ്രീസറിൽ വെക്കണം, ഐസ് ചെയ്യണം, അതിന് കുറച്ച് ടൈം എടുക്കും. എങ്കിലും നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കഴിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇപ്പോൾ കേക്ക് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ള കഴിച്ച് നോക്കാം കേക്ക്. നമ്മളെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കൊള്ളാം. അപ്പോൾ എന്തായാലും നമ്മൾ ഷംനയോട് കൂടെയുള്ള ഒരു വീഡിയോയുടെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നമുക്കൊരു കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ടൈമായി. എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ബൈ.